അപ്പോൾ ഇൻറ്റീരിയർ കംപ്ലീറ്റ് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് മെയിൻ കോട്ടിലേക്ക് കിടക്കാം കേട്ടോ. വെൽക്കം ബാക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കസ്റ്റമൈസേഷൻ വീഡിയോ ആണ് കേട്ടോ. അതായത് ഈ ഇരിക്കുന്ന റെഡ് കളർ കാറിനെ നമ്മളൊരു നൊട്ടോറിയസ് ലുക്കിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതായത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷോടുകൂടി മാറ്റാൻ പോവുകയാണ്. ഈ ഒരു മിനിയേച്ചർ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് മിനിയേച്ചറാണ്. ലാഡ 1500 എന്ന ഒരു സെഡാൻ്റെ മിനിയേച്ചറാണ് ഈ കാണുന്നത്. ആക്ച്വലി ലാഡ 1500 എന്ന് പറയുന്നത് റഷ്യയിൽ ഇറങ്ങിയൊരു മോഡലാണ്. വാസ് എന്ന റഷ്യൻ ബ്രാൻഡ് ഫിയാറ്റുമായിട്ട് സഹകരിച്ച് ഇറക്കിയൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ വേരുകൾ പിടിച്ചാണ് നമ്മുടെ നാട്ടിൽ പ്രീമിയർ 118 NE എന്നൊരു മോഡലും ഇറങ്ങിയിട്ടുള്ളത്. കാരണം ഫിയറ്റുമായിട്ട് സഹകരിച്ചിറക്കിയത് കൊണ്ട് ഫിയറ്റ് ആയിരുന്നല്ലോ പ്രീമിയറുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വണ്ടി ഇറക്കിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കാറ് ശരിക്കും ഇതൊരു ഫയർ ആൻഡ് റെസ്ക്യൂ മോഡലാണ്, ഒരു ടോയ് കാറായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് ലുക്കൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒരു നൊട്ടോറിയസ് ലുക്കിലൊക്കെ മാറ്റാനുള്ളൊരു ശ്രമമാണ്. ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് പെയിൻറ്റിങ് ആണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളിത് കംപ്ലീറ്റ് ഒന്ന് സ്ട്രിപ്പ് ഔട്ട് ചെയ്യുകയാണ്. കംപ്ലീറ്റ് അഴിച്ചെടുക്കാം. ഇച്ചിരി ടഫാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ്. ഇതിലൊന്നും നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. നമ്മൾ ഈ റെഡ് കളർ വരുന്ന പോർഷൻ കംപ്ലീറ്റ് ഒന്ന് മാറ്റ് ബ്ലാക്കിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ആ ഗ്രില്ലൊന്ന് മാറ്റി സിൽവർ മാറ്റി അതും ബ്ലാക്ക് ഫിനിഷിലോട്ട് മാറ്റണം. ഇപ്പോൾ അതായത് നമ്മുടെ സംഭവം കാറെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന പെയിൻറ്റ്. ഇത് നമ്മുടെ പെയിൻറ്റ് ആൻഡ് ഹാർഡ്വെയർ കടയിൽ നിന്ന് വാങ്ങിയതാണ്. 150 രൂപയാണ് ഒരു ക്യാനിന് വന്നിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് ഷെയ്ഡും വാങ്ങിയിട്ടുണ്ട്. പിന്നെ മാറ്റ് വൈറ്റ് കിട്ടിയില്ല, ശരിക്കും ഒരു വൈറ്റാണ്, ഗ്ലോസി ഫിനിഷാണ്. ആക്ച്വലി ഞാൻ ഇതൊരു ബേസ് കോട്ടായിട്ട് ഉപയോഗിക്കാനാണ് ഈ വൈറ്റ് വാങ്ങിയത്, ആ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടാനായിട്ട്. ഒരു ടേപ്പ് ചെയ്ത് ഞാനിവിടെ വീലൊക്കെ ഒന്ന് ടേപ്പ് ചെയ്ത് മാസ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സിൽവർ ഗ്രില്ല് മാത്രമേ ഞാനിവിടെ ബ്ലാക്ക് ആക്കുന്നുള്ളൂ. പിന്നെ ഈ കംപ്ലീറ്റ് റെഡ് മാറ്റി ഫുൾ ബ്ലാക്ക്, ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഫുൾ ബ്ലാക്കിലോട്ട് മാറ്റണം. അപ്പോൾ തുടങ്ങാം. ആദ്യം നമ്മുടെ ആ ഗ്രില്ല് പോർഷൻ മാത്രം ജസ്റ്റ് ഒരു കോട്ട് മതിയാവും, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ മാസ്ക് ചെയ്തതെന്ന് വെച്ചാൽ ആ വീലിൽ പെയിൻറ്റ് പറ്റാതിരിക്കാനാണ് ഞാൻ ആ മാസ്ക് ചെയ്തത്. തൽക്കാലം വീലിൽ ആ സിൽവർ അതേപടി നിലനിർത്തുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും വേണമെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് കൊടുക്കാം. അപ്പോൾ പെയിൻറ്റിങ് ഈ അറ്റം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രില്ലിൻ്റെ പെയിൻറ്റിങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബോഡി പെയിൻറ്റിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ആ വൈറ്റ് ബേസ് കോട്ട് കൊടുക്കുകയാണ്. ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ആ സ്മൂത്ത് ഫിനിഷിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്യുന്നത്. പ്രൈമറി കോട്ട് ശരിക്കും പ്രൈമറാണ് കൊടുക്കേണ്ടത്, പക്ഷെ പ്രൈമർ കിട്ടിയില്ല, അതുകൊണ്ട് വൈറ്റിലേക്ക് കടന്നതാണ്. അപ്പോൾ ഇതാണ് ബേസ് കോട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതാണ് ബേസ് കോട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്ക്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് കോട്ടിങ് കൊടുക്കാം, മാറ്റ് ബ്ലാക്ക്. അപ്പോൾ നമ്മുടെ ഇത് സംഭവം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു രൂപം. ഇതൊരു 6 മണിക്കൂറെങ്കിലും വേണം അത് ഡ്രൈ ആയി കിട്ടാൻ. അപ്പോൾ നമുക്ക് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നോക്കാം. ഇതാണ് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ ഫിനിഷൊന്നും കിട്ടിയിട്ടില്ല, ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് പണി ആയതുകൊണ്ട് തന്നെ ആ ഒരു പോരായ്മകളൊക്കെ അതിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഫിനിഷിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ഈ പറഞ്ഞ സംഗതികളെല്ലാം ഇതാണ് ആ ഗ്രില്ലിൻ്റെ ലുക്ക്. അത്യാവശ്യം മാറ്റ് ഫിനിഷൊക്കെ ആയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഇനിയിപ്പോൾ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ അറിയാം എങ്ങനെ ഇരിക്കും എന്നുള്ളത്. നമ്മൾ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ LED ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ LED ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ആ ഗ്ലാസ് ഫിറ്റ് ചെയ്തു. ഇനി ആ സീറ്റിങ്ങും അറേഞ്ച്മെൻറ്റ്സ് കൂടി ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടി പണി കഴിഞ്ഞാക്കിയിട്ടുള്ള ലുക്ക്. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ട് ഓൾ ബ്ലാക്ക് തീമിലോട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയർ കംപ്ലീറ്റ് ആ ഒരു മാറ്റ് ഫിനിഷിലാക്കിയിട്ടുണ്ട്. ഇനി ആ ടെയിൽ ലാമ്പ് പോർഷൻ ഒന്ന് കളർ ചെയ്യണം. അതിനിപ്പോൾ ഇതിൻ്റെ പുറകെ ചെയ്യണം.
വീലിലൊന്നും ചെയ്തിട്ടില്ല. ഇൻറ്റീരിയർ ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഫുൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. പിന്നെ അപ്പുറം സൈഡോടെ കാണിച്ചു തരാം. ടൈറ്റായോ? ഓക്കെ, ഇൻറ്റീരിയേഴ്സ് ആയിട്ടുണ്ട്. ഇനി ആ ഡിക്കി കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ്, നേരത്തെ റെഡ് ആയിരുന്നു, ഇപ്പോൾ കംപ്ലീറ്റ് ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡു ഇറ്റ് യുവർ സെൽഫ് പെയിൻറ്റിങ് പരിപാടി, ചെറിയൊരു കസ്റ്റമൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ വീൽസിൻ്റെ കളറൊക്കെ ഇനിയിപ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ മാറ്റാം. അപ്പോൾ ഡു ഇറ്റ് യുവർ സെൽഫ് പെയിൻറ്റിങ് ആയതുകൊണ്ട് ചെറിയൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.